സനാതന ധർമ്മ പരാമർശത്തിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനെ വിമർശിച്ചു സുപ്രീംകോടതി. പ്രസ്താവനയുടെ അനന്തരഫലത്തെ മന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ മനസ്സിലാക്കണമായിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന അവകാശത്തെ തെറ്റായി ഉപയോഗിച്ചുവെന്നും സുപ്രീംകോടതിയുടെ വിമർശനം. സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പ്രസംഗം. ഡെങ്കുവും കൊറോണയും പോലെയാണ് സനാതനധർമ്മം. അവയെ തുടച്ചു നീക്കിയതുപോലെ സനാതനധർമ്മത്തെയും തുടച്ചു നീക്കണമെന്നായിരുന്നു ഉദയനിധിയുടെ വിവാദ പരാമർശം. പൊതുചടങ്ങിലായിരുന്നു ഉദയനിധിയുടെ പ്രസംഗം. சிலவற்றை நாம் ஒழிக்கத்தான் வேண்டும், எதிர்க்க முடியாது. கொசு, டெங்கு காய்ச்சல், மலேரியா, கொரோனா இதையெல்லாம் நம்ம எதிர்க்கக்கூடாது, ஒழித்து கட்ட வேண்டும். அப்படிதான் இந்த சனாதனம். சனாதனம் என்பதை எதிர்ப்பதை விட ஒழிப்பதே நாம் செய்ய வேண்டிய முதல் காரியமாகும். சனாதனம்னா என்ன? சனாதனம் அப்படிங்கிற பெயரே சமஸ்கிருதத்திலிருந்து வந்ததுதான். സനാതനം സമത്വത്തിനും സമൂഹ നീതിക്കും എതിരാണത്. ഭരണഘടനാ പദവി വഹിക്കുന്ന ഉദയനിധിയുടെ പരാമർശം തെറ്റെന്ന് സുപ്രീംകോടതി വിമർശിച്ചു. ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ആലോചിച്ചു വേണമായിരുന്നു പ്രഭാഷണം. രാജ്യമാകമാനമുള്ള വിശ്വാസികളെ ഇത് വേദനിപ്പിച്ചു. ജാഗ്രത പുലർത്താതെയുള്ള പരാമർശം അനവസരത്തിലെന്ന വിമർശനവും സുപ്രീംകോടതി ഉയർത്തി. വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. സുപ്രീംകോടതി പരാമർശമുണ്ടായിട്ടും നിലപാട് തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ ഉദയനിധി ഇതുവരെ തയ്യാറായിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, ജനം.